അതുപോലെ തന്നെ മൗത്ത് ടു മൗത്ത് ക്യാമ്പയിൻ ഏറ്റെടുത്തു. ആ നിലയിലേക്ക് പോളറൈസേഷൻ ഉണ്ടാക്കാനുള്ള ശ്രമം വടകര ലോക്സഭാ മണ്ഡലത്തിൽ UDF നടത്തി. അതിന് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്തു ഷാഫി പറമ്പിൽ. ഇല്ല, അയാൾ തള്ളി പറയണം. വളരെ ഗുരുതരമായ ആരോപണമാണ്. നിങ്ങൾ പറഞ്ഞോളൂ. SDPIയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ടെന്ന് ചങ്കുറപ്പോട് കൂടി പറഞ്ഞ ദിവസം കഴിഞ്ഞ് ആര് പറയാൻ SDPIന്റെ വോട്ട് വേണം. മണിക്കൂർ ഉരുണ്ട് കളിച്ചതാവല്ലേ? ശരിയാണ്, കോൺഗ്രസ് ശരിയാണ് പറഞ്ഞത്. 48 മണിക്കൂർ ജനാധിപത്യ പാർട്ടി 48 മണിക്കൂറോ? ഒരു വർഗീയ പാർട്ടിയുടെ വോട്ട് വേണ്ടെന്ന് പറയാൻ എന്ത് ജനാധിപത്യം സാർ? SDPIയുടെ വോട്ട് വേണ്ടെന്ന് പറയാൻ എന്ത് ജനാധിപത്യം സാർ? അത് പറയാനുള്ള ചങ്കുറപ്പുണ്ടായി എന്നുള്ളതാണ് CPM തീർത്ത അജണ്ട. അതുകൊണ്ടല്ലേ SDPI ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കാത്തത്? വിളിച്ചു എന്നതാണത്. നിങ്ങൾക്ക് SDPയും ജമാഅത്തേയും ഒരു കാലഘട്ടത്തിൽ പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു കാലത്തും SDPI ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട CPM പ്രതിനിധി സജീഷിനോടാണ്. പ്രിയപ്പെട്ട സജീഷിന്, താങ്കളെല്ലാം കോഴിക്കോട് നഗരങ്ങളിൽ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയല്ലേ? താങ്കളുടെ ഡെപ്യൂട്ടി മേയറായ മുസാഫർ അഹമ്മദ് സമീപകാലത്ത് തീരദേശ പ്രദേശമായ ആവിക്കൽ തോടിലും ഞാനും നിങ്ങളും നിലകൊള്ളുന്ന 1 കിലോമീറ്റർ സമീപം ആവിക്കൽ തോടിലും കോതി അപ്രോച്ച് റോഡിന് സമീപവും അവിടെ ഒരു മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട് സമരം ചെയ്ത ആ പ്രദേശത്തെ ജാതിഭേദമന്യേ അതിൽ മുസ്ലിം സ്ത്രീകളായി പോയി എന്നതുകൊണ്ട് അവർ മുസ്ലിം തീവ്രവാദികളെ എന്ന് പറയുന്ന CPMന്റെ മേയറുടെ നിലപാടിൽ നിങ്ങൾ തൃപ്തരാണ്? തെറ്റായ പ്രചരണം നടത്തുകയാണ്. നിങ്ങൾ നടത്തുന്നതാണ് വർഗീയത. ആദ്യം നടത്തുന്നതാണ് വർഗീയത. താങ്കൾ ചോദ്യം കേൾക്കാനുള്ള മനസ്സ് കാണിക്കണം. കേൾക്കുന്നുണ്ട്. പറഞ്ഞ ബന്ധപ്പെട്ടല്ലേ? ഞാൻ അനുഭവസ്ഥനാണ്. ഞങ്ങളൊക്കെ ഈ കോഴിക്കോടുള്ള ആൾ തന്നെയാണ്. നിങ്ങളാണ് വർഗീയ പ്രചരണം നടത്തുന്നത്. ആശങ്കപ്പെടേണ്ട സമൂഹം കൈതകളല്ല. ഞാൻ പറഞ്ഞല്ലോ, അമ്മയായാലും ഉമ്മയായാലും വിശക്കുന്ന വയറ് വിശപ്പകറ്റാൻ അവർ മകനെ നോക്കാറില്ല. അതാണ് ഇന്ത്യ രാജ്യത്തിന്റെ പൈതൃകം. അത് തിരികെ വരും, യാതൊരു സംശയമില്ല. ഇന്ത്യ മുന്നണി ഇന്ത്യ രാജ്യം ഭരിക്കും. താങ്കൾക്ക് സംശയമുണ്ടോ? കോൺഗ്രസ് ഇന്ത്യ മുന്നണി ഇന്ത്യ ഭരിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അത് തന്നെയാണ് വരാൻ പോകുന്നത്. പിന്നെ എന്തുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഒരു മിനിറ്റ് ഒരു പത്രസമ്മേളനത്തില് 16 തവണ ഞാനും എന്റെ ഭാര്യയും ഇരുന്നെണ്ണി 16 തവണ രാഹുലിനെ വിമർശിച്ചിട്ട് ഒരു തവണ പോലും മോദി എന്നോ അമിത്ഷാ എന്നോ അക്ഷരം മിണ്ടാതെ ഇപ്പൊ ഈ പറയുന്ന രാഹുൽ ഗാന്ധി എവിടെയാ മത്സരിക്കാൻ വന്നത്? നിങ്ങൾ BJPയോട് പോയി ഏറ്റുമുട്ട്. കേരളത്തിൽ ഭീരുവല്ലേ നിങ്ങളുടെ നേതാവ്? നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീരു. അതല്ല ഇവിടെ അപ്പോഴും ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു. ഒരു നിമിഷം ലിജീഷ് ചോദിക്ക്. ഞാൻ സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നത് കൃത്യമായി CPM പ്രതിനിധിയോടാണ്. ഞാൻ പറഞ്ഞ പുറത്താരെ കുറിച്ചിട്ടല്ല. എന്റെ പേരിൽ 2019 പയ്യാനക്കൽ മേഖലാ യൂത്ത് ലീഗിന്റെ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് CPM ബ്രാഞ്ച് സെക്രട്ടറി കൊടുത്ത പരാതി അദ്ദേഹത്തിന്റെ മകൻ ഭഗത് സിംഗ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, സപ്തരാശ്മി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പക്ഷെ മറുഭാഗത്ത് ന്യൂമാൻ എന്ന എന്റെ പേരിൽ അവർ ചെയ്ത ഒരു കേസ് എന്താണ്? അവർക്ക് കൊടുത്ത പരാതി എന്താണ്? അവർ കൊടുത്തത് കൃത്യമായിട്ട് മതം മാറ്റാൻ ഞാൻ ശ്രമിച്ചു എന്നാണ്. ചോദിക്കട്ടെ, വാപ്പ ഉപ്പ റഷീദ് എന്ന ഒരു മുസ്ലിം നാമധാരി, അദ്ദേഹത്തിന്റെ മക്കൾക്ക് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പേരിടാം, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം. അതിനൊന്നും ഞങ്ങൾ എതിരല്ല. പക്ഷെ സമൂഹത്തിന്റെ ഇടയിൽ ഇവർ തീവ്രവാദികളാണ്, ഇവർ വർഗീയവാദികളെന്ന് വരുത്തി തീർക്കുന്ന നിങ്ങളുടെ നാണം കെട്ട രാഷ്ട്രീയത്തിന്റെ അടിക്കൽ ഇളകിയിരിക്കുന്നു.